सपने देखना अच्छी बात है, लेकिन 400 सीट പിടിച്ചെടുക്കും और हिंदू राष्ट्रों को बनाना करता है എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരം को पानी കുടിപ്പിക്കാൻ നോക്കൽ अच्छी नहीं है, परंतु हम हिंदुस्तानों को एक ऑपोजिशन पार्टी और लीडर को मिला है। मोदी जी शुभ दिनम। എന്താ പെർഫോമൻസ്, എന്തുട്ടാ പ്രസംഗം, ആരാ നമ്മളെ പ്രതിപക്ഷ നേതാവേ? അല്ല, ഇനിയിപ്പോ അങ്ങനെ തന്നെ പറയാലോ. കാര്യം ഒഫീഷ്യലായിട്ട് 10 കൊല്ലം കഴിഞ്ഞായാലും നമുക്ക് ആ പറഞ്ഞ സംഭവം കിട്ടിയല്ലോ. പ്രതിപക്ഷം എളുപ്പല്ലോ എന്റെ പൊന്നോ, പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണം എന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞപ്പോ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ആ ശബ്ദം ഇത്ര ഉച്ചത്തിൽ കേൾപ്പിക്കും എന്ന് നമ്മൾ ആരും കരുതിയില്ല. എന്തായാലും കന്നി പ്രസംഗം കലക്കി. മോദിജി ദേ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. അന്ന് സഭയിൽ നിന്ന് പ്രതിപക്ഷ എംപിമാരെ മുഴുവനും പിരിച്ചു വിട്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ ഉത്തരം മുട്ടി നിൽക്കേണ്ട അവസ്ഥ ഉടനെ വരുന്നു. ഇതിപ്പോ ഭരണം ഉള്ളതുകൊണ്ട് തുപ്പാനും വയ്യ, ഘടകകക്ഷികളും ഇന്ത്യ മുന്നണി ഉള്ളതുകൊണ്ട് ഇറക്കാനും വയ്യ. നമ്മളെ ശാഖയിൽ എന്താ അവസ്ഥ? അല്ല, ശീലമില്ലാത്ത കാര്യങ്ങളാണല്ലോ സംഭവിച്ചേക്കുന്നത്. സാധാരണ നമ്മുടെ BJPനെയോ GAയോ ആരെങ്കിലും എതിർക്കാനോ വിമർശിക്കാനോ ശ്രമിച്ചാൽ ഒന്നുകിൽ പിരിച്ചുവിടും, അല്ലെങ്കിൽ ജയിലിൽ കയറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളെ കൊണ്ടൊന്ന് ബുദ്ധിമുട്ടിക്കും. ഒന്നിനും പറ്റിയില്ലെങ്കിൽ പക്ഷെ ഇതിപ്പോ മീൻ വെട്ടുമ്പോ മുതുകത്ത് കൊതു കടിച്ചു എന്ന് പറയണ പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ. ബൈ ബൈ ടാറ്റാ ഗുഡ് ബൈ. അല്ല, എന്തൊക്കെ വിഷയങ്ങളെ പറ്റിയാണ് രാഹുൽ സഭയിൽ പറഞ്ഞത് ഒന്ന് കേക്കട്ടെ. ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളെ പറ്റി പാർലമെന്റിൽ വിശദമായ ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാർലമെന്റ് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടെന്ന സന്ദേശം നൽകണം എന്നും കൂടിയാണ് പുള്ളി ആവശ്യപ്പെട്ടേക്കുന്നത്. ആഹാ, കൊള്ളാവല്ലോ. ഇതിനിപ്പോ എന്ത് മറുപടി പറയണം എന്ന് വലിയ പിടുത്തമില്ലാത്തോണ്ട് തൽക്കാലം ഒന്നും പറയണ്ട. വേറെന്ത് വിഷയം സംസാരിച്ചേക്കുന്നേ? പിന്നെ മണിപ്പൂര് ഒരു വർഷമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും നമ്മുടെ പ്രധാനമന്ത്രി അവിടെ വരെ ഒന്ന് പോകാനെങ്കിലും തയ്യാറായോ എന്ന് പ്രതിപക്ഷം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അയ്യോ, അവിടെയല്ലേ നമ്മുടെ മോദിജി സമയോചിതമായി ഇടപെട്ടത്? അതെ, പക്ഷേ ഇലക്ഷനിൽ അവിടെ തന്നെയല്ലേ നമ്മൾ 8 നിലയിൽ പൊട്ടിയത്. ഓ, അതൊരു പോയിന്റാ. അപ്പൊ പിന്നെ ഒന്നും പറയണ്ട. വേറെ എന്താ വിഷയം? പിന്നെ അഗ്നിവീറുകൾ സർക്കാരിനെ സംബന്ധിച്ച് ആവശ്യം കഴിയുമ്പോൾ ദൂരേക്ക് എറിയുന്ന തൊഴിലാളികളാണെന്ന് രാഹുൽജി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ആ കാര്യം മറന്നിരിക്കുമായിരുന്നു. അയ്യോ, ഇനിയിപ്പോ നമുക്ക് വല്ലതും തിരിച്ചു പറയാൻ പറ്റിയ സ്ലോട്ട് ഉണ്ടോടെ? ഈ കർഷക ആത്മഹത്യ, ഒവ്വ, കർഷകൻ എന്നുള്ള വാക്ക് പറഞ്ഞ അപ്പൊ ഉത്തരം മുട്ടിപ്പോകുന്ന നമ്മളോടോ ബാല. പിന്നെ 2 എയർപോർട്ടുകളും 4 പാലങ്ങളും തകർന്നു വീഴുന്ന കാര്യം രാഹുൽജി പറഞ്ഞായിരുന്നു. ഉത്തരമില്ല. ആ സംഭവങ്ങൾക്ക് ശേഷം മോദിജി എല്ലാവരും മാൻഡ്രേക്ക് എന്ന് വിളിച്ച് കളിയാക്കുവാന്നേ. ഈ നോട്ട് നിരോധനം, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പിന്നെ സംസാരിച്ചത് അയോധ്യ വിഷയത്തെ പറ്റിയാ. ആഹാ, എന്ത് പറഞ്ഞു? ഇത്രയും വർഗീയതയും ഹിന്ദുത്വയും കുത്തിക്കയറ്റാൻ നോക്കിയിട്ടും നമ്മൾ അവിടെ പൊട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞ വേറെ ഒന്നും ഇല്ലല്ലേ നമുക്ക് പ്രതികരിക്കാൻ. അറ്റ്ലീസ്റ്റ് 2 ചാനലിൽ പോയിരുന്ന് അലറാനെങ്കിലും. ഹിന്ദുവിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്നതല്ല ഹിന്ദുത്വം എന്ന് പറഞ്ഞ് ലോക്സഭയിൽ രാഹുൽജി ശിവന്റെ ചിത്രം ഉയർത്തി കാണിച്ചിട്ടുണ്ട്. ഇന്ത്യക്കും ഭരണഘടനയെ മുറുക്കി പിടിക്കുന്നവർക്കുമെതിരെ അക്രമം നടക്കുന്നുണ്ടത്രേ. മതിയല്ലോ, ഹിന്ദു എന്നൊരു വാക്ക് മതി. ഇനിയിപ്പോ രാഹുൽജി ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും അപമാനിച്ചു എന്നങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക. അതിന്റെ മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തിൽ നിന്ന് ഹിന്ദു അഗ്നിവീർ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. BJPക്കും RSSനും എതിരായ പരാമർശങ്ങളും നീക്കിയിട്ടുണ്ട്. പോരാത്തതിന് അയോധ്യ എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോ തന്നെ മൈക്ക് ഓഫായി പോയി എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു. അയ്യേ, ഒരുമാതിരി കൊച്ചു പിള്ളേർ പരീക്ഷ മോശമാകുമ്പോ അടി കിട്ടാതിരിക്കാൻ ചോദ്യപേപ്പർ പൂഴ്ത്തി വെക്കുന്നത് പോലെയുള്ള LKG ട്രിക്സ്. കമ്മോൺ മോദിജി, കമ്മോൺ അമിത്ഷാജി, യു ക്യാൻ ഡു ബെറ്റർ. അപ്പൊ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനുമെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ആഞ്ഞടിച്ച് ഭരണം നിലനിർത്താൻ വേണ്ടി കഷ്ടിച്ച് കിട്ടിയ വോട്ട് കൂടെ പോകുക എന്ന് കണ്ടറിയണം. എന്തായാലും എത്രയൊക്കെ വെട്ടിച്ചുരുക്കിയാലും മുറിച്ചു കളഞ്ഞാലും പ്രസംഗം കേൾക്കേണ്ടവരൊക്കെ കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ഓരോ വാക്കുകളും അവിടെ കടന്നോളും. അപ്പോ പ്രതിപക്ഷത്തെയും ഭരണഘടനയും പുറത്താക്കിക്കൊണ്ട് ഭരണം നടത്താമെന്ന് കരുതിയാൽ ഇതായിരിക്കും അവസ്ഥ. ശുഭദിനം. മാപ്രവേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.